2025 മൂന്നാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. എ, ബി എന്നിങ്ങനെ ഓപ്ഷനുകളുള്ള ചോദ്യങ്ങളിൽ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ ചോദ്യം, നഖ്റഉൽ ഫിഖറത വനക്തശിഫുൽ അഫ്ആലൽ മാളിയത വനക്തുബു. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് മാളിയായ ഫീലുകൾ കണ്ടെത്തി എഴുതണം. എവിടെയാണ് മാളിയായ ഫീലുകൾ എഴുതേണ്ടത്? താഴെ ഒരു കോളമുണ്ട്, 2 കോളങ്ങളുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ അൽ മാലി എന്ന് കാണാം, രണ്ടാമത്തെ കോളത്തിൽ അൽ മുലാരി എന്നും കാണാം. അൽ മുലാരി എന്ന് എഴുതിയ കോളത്തിൽ മുലാരിയായ ഫീലുകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അൽ മാലി എന്ന കോളത്തിൽ മാലിയായ ഫീലുകൾ എഴുതിയിട്ടില്ല. ആദ്യത്തെ മാത്രം എഴുതിയിട്ടുണ്ട്. ഈ മുലാരിയായ ഫീലുകൾ വായിച്ചു നോക്കാം. യദ്ഹബു, അതിൻ്റെ മാലി ഇവിടെ മാലി എന്ന കോളത്തിൽ എഴുതിയത് കാണാം. അതേപോലെ മുലാരിയായ ഫീലിൻ്റെ ബാക്കിയുള്ള എല്ലാ ഫീലുകളുടെയും മാലിയായ ഫീല് കണ്ടെത്തിയിട്ട് മാലി എന്ന കോളത്തിൽ എഴുതണം. മുലാരിയായ ഫീൽ യദ്ഹബു, അതിൻ്റെ മാലി ദഹബ. അതേപോലെ യജ്ലിസു, യബ്ദഉ, യുഅതി, യഫൂസു എന്നിങ്ങനെ മുലാരിയായ ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മാലിയായ ഫീല് ഈ പാരഗ്രാഫിൽ നോക്കി കണ്ടുപിടിക്കണം. നമുക്ക് പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഫി യൗമി മിഹ്റജാനിൽ ഫന്നിഹി, കലാമേളയുടെ ദിവസം, ദഹബ ഹാഷിമുൻ ഇലൽ മദ്രസത്തി, ഹാഷിം സ്കൂളിലേക്ക് പോയി. ദഹബ മാലിയായ ഫീലാണ്, അതിവിടെ എഴുതിയിട്ടുണ്ട്. യദ്ഹബുവിൻ്റെ നേരെയാണ് എഴുതിയത്. ഓക്കെ. ഇനി വഫി ത്വരീഖി, വഴിയിൽ വെച്ച് റഅ ഹാഷിമുൻ സ്വദീഖഹു രാഹുൽ, ഹാഷിം തൻ്റെ കൂട്ടുകാരനായ രാഹുലിനെ കണ്ടു. സഅല ഹാഷിം ലി രാഹുൽ, ഹാഷിം രാഹുലിനോട് ചോദിച്ചു. ഫി ഐ മുസാബക്കത്തിൻ തുഷാരിക്കു, ഏത് മത്സരത്തിലാണ് നീ പങ്കെടുക്കുന്നത്? കാല രാഹുൽ, രാഹുൽ പറഞ്ഞു. ഉഷാരിക്കു ഫിൻ നശീദത്തിൽ അറബിയത്തി, ഞാൻ അറബി ഗാന മത്സരത്തിലാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ വസല ഹാഷിമുൻ ഇലൽ മദ്രസത്തി, ഹാഷിം സ്കൂളിലെത്തി. ബദ അൽ ബർനാമജു ഫി സാഅത്തിൽ ആശറത്തി, 10 മണിക്ക് പ്രോഗ്രാം തുടങ്ങി. ബദ അ, തുടങ്ങി. ബദ അ പോലുള്ള ഒരു മുലാരിയ ഫീൽ നമ്മളിവിടെ കണ്ടിരുന്നു അല്ലേ? ഇതാ ഇവിടെ ഉണ്ട് യബ്ദഉ. യബ്ദഉ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു. അതിൻ്റെ മാലിയായ ഫീലാണ് ബദ അ. അതുകൊണ്ട് യബ്ദഉവിൻ്റെ നേരെ ബദ അ എന്ന് എഴുതുക. ഇനി ബാക്കി വായിച്ചു നോക്കാം. അങ്ങനെ ജലസ തുല്ലാബു അമാമൽ മസ്റഹി, വിദ്യാർത്ഥികൾ സ്റ്റേജിന് മുമ്പിൽ ഇരുന്നു. ജലസ, ഇരുന്നു. അതേപോലുള്ള ഒരു മുലാരിയ ഫീൽ കണ്ടില്ലേ? ഇവിടെ യജ്ലിസു എന്നുണ്ടല്ലേ? അതുകൊണ്ട് യജ്ലിസുവിൻ്റെ നേരെ ജലസ എന്ന് എഴുതുക. യജ്ലിസു, ഇരിക്കുന്നു. ജലസ, ഇരുന്നു. ഇനി അൻഷദ ഹാഷിമുൻ അൻ നശീദത, ഹാഷിം ഗാനം ആലപിച്ചു. ഫാസ ഹാഷിം, ഹാഷിം വിജയിച്ചു. ഫാസ, വിജയിച്ചു. ഇവിടെ യഫൂസു ഉണ്ടല്ലേ? യഫൂസു, വിജയിക്കുന്നു. അത് മുലാരിയാണ്, അതിൻ്റെ മാലിയാണ് ഫാസ. ഫാസ ഇവിടെ എഴുതുക. ഇനി യുഅതി മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ? അതിൻ്റെ മാലിയും നമുക്കിവിടെ കിട്ടും. അഅ്താ ലഹു അൽ മുദർരിസു അൽ ജായിസത, അധ്യാപകൻ അവന് സമ്മാനം നൽകി. അഅ്താ, നൽകി. യുഅതി എന്ന മുലാരിയ ഫീലിൻ്റെ മാലിയായ രൂപമാണ് അഅ്താ. അതുകൊണ്ട് അഅ്താ ഇവിടെ എഴുതുക. ഇപ്പോൾ എല്ലാം കിട്ടി. അവസാനം ഒരു സെന്റൻസ് കൂടെ ഉണ്ട്. റജഅ ഹാഷിമുൻ ഇലൽ ബൈത്തി മസ്റൂറൻ, ഹാഷിം സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. റജഅ, മടങ്ങി. ഇനി അടുത്തത് സഅല ഹാഷിം ലി രാഹുൽ, ഹാഷിം രാഹുലിനോട് ചോദിച്ചു. ഫി ഐ മുസാബക്കത്തിൻ, ഏത് മത്സരത്തിലാണ് ഡാഷ്, ഏത് മത്സരത്തിലാണ് നീ പങ്കെടുക്കുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. ഫി ഐ മുസാബക്കത്തിൻ തുഷാരിക്കു എന്ന് നമുക്കിവിടെ കാണാം അല്ലേ? സഅല ഹാഷിമുൻ ലി രാഹുൽ ഫി ഐ മുസാബക്കത്തിൻ തുഷാരിക്കു, നീ ഏത് മത്സരത്തിലാണ് പങ്കെടുക്കുന്നത്? അതുകൊണ്ട് തുഷാരിക്കു എന്നിവിടെ എഴുതുക. അടുത്തത് ഡാഷ് ഹാഷിമുൻ ഇലൽ മദ്രസത്തി, ഹാഷിം സ്കൂളിലേക്ക് ഡാഷ് എന്ത് ചെയ്തു? പോയി. അതാണ് ആദ്യം പറഞ്ഞത് അല്ലേ ആ പാരഗ്രാഫിലെ? അതുകൊണ്ട് പോയി എന്നുള്ളതിൻ്റെ വാക്ക് മേലെ പാരഗ്രാഫിൽ നോക്കിയിട്ട് ഇവിടെ എഴുതുക. എന്താണ് പോയി എന്നുള്ളതിന് പറയുക? ദഹബ. ദഹബ ഹാഷിമുൻ ഇലൽ മദ്രസത്തി, ഹാഷിം സ്കൂളിലേക്ക് പോയി. പിന്നെയോ ഡാഷ് ഹാഷിമുൻ ഇലൽ ബൈത്തി മസ്റൂറൻ, ഹാഷിം വീട്ടിലേക്ക് സന്തോഷത്തോടെ ഡാഷ് മടങ്ങി എന്നാണ് പറയേണ്ടത്. അതാണ് നമ്മൾ അവസാനത്തെ സെന്റൻസിൽ വായിച്ചത് അല്ലേ? ഇവിടെ ഇതാ
റജഅ ഹാഷിമുൻ ഇലൽ ബൈത്തി മസ്റൂറൻ. ഹാഷിം സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. റജഅ മടങ്ങി. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചേർക്കേണ്ടത് റജഅ എന്നാണ്. റജഅ ഹാഷിമുൻ ഇലൽ ബൈത്തി മസ്റൂറൻ. ഹാഷിം സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഇനി ഒന്നുകിൽ ആ ചോദ്യം എഴുതാം, അല്ലെങ്കിൽ ബി. ഇവിടെ കുറെ മാളിയ ഫീലും മുലാരിയ ഫീലും ഉണ്ട്. ദഹബ മാളിയ ഫീലുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ മുലാരി നമ്മൾ ഇവിടെ കണ്ടെത്തി എഴുതണം. ദഹബയുടേത് അവിടെ കൊടുത്തിട്ടുണ്ട്. ദഹബ പോയി, യദ്ഹബു പോകുന്നു. ഇനി സഖത വീണു, അത് മാളിയ ഫീലാണ്. അതിന്റെ മുലാരിയ ഫീല് യസ്ഖുതു എന്നാണ്, അതവിടെ എഴുതുക. പിന്നെ ബദഅ മാളിയാണ്, തുടങ്ങി. അതിന്റെ മുലാരി എന്താണ്? യബ്ദഉ. പിന്നെ ഹസിന മാളിയാണ്, ദുഃഖിച്ചു. അതിന്റെ മുലാരിയെ യഹ്സനു. അങ്ങനെ എഴുതുക. ഇനിയോ നസ്ലു, ഇവിടെയും മാളിയും മുലാരിയും പരസ്പരം ചേർക്കാനാണ്. ദഹബ എന്നാണ് ആദ്യം കാണുന്നത്. അത് മാളിയ ഫീലാണ് അല്ലേ. ഈ ദഹബ എന്നുള്ള ആ കോളത്തിൽ, ഒന്നാമത്തെ കോളത്തിൽ മുഴുവൻ മാളിയ ഫീലാണുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ അവയുടെ മുലാരിയായ ഫീലുകളും കൊടുത്തിട്ടുണ്ട്. പരസ്പരം ചേർക്കണം. ദഹബയുടെ മുലാരി യദ്ഹബു, ദഹബയിൽ നിന്നും യദ്ഹബുവിലേക്ക് വരഞ്ഞിട്ടുണ്ട്. അതേപോലെ റജഅ മടങ്ങി, അതിന്റെ മുലാരി എന്താണ്? യർജിഉ മടങ്ങുന്നു. ഖാല പറഞ്ഞു, അതിന്റെ മുലാരി യഖൂലു പറയുന്നു. വഖഫ നിന്നു, യഖിഫു നിൽക്കുന്നു. ഖറജ പുറപ്പെട്ടു, യഖ്റുജു പുറപ്പെടുന്നു. ഇങ്ങനെ വരച്ച് ചേർക്കുക. പിന്നെ നുക്മിലു വനഉദ്ദു പൂരിപ്പിക്കാം, എണ്ണാം. ഇവിടെ ഇതെന്താണ് സാധനം? അൽ മിഹ്റജാനുൽ ഫന്നി കലാമേള ബിതാഖത്തുൽ മുഷാർക്ക, പാർട്ടിസിപ്പേഷൻ കാർഡ്. നമ്മൾ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഷർട്ടിൽ പിന്ന് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു കാർഡ് തരും അല്ലേ, ആ കാർഡാണിത്. ആ കാർഡിൽ നമ്പർ ഉണ്ടാകും. ഇവിടെ ഒന്നാമത്തെ കാർഡിൽ കൊടുത്തിരിക്കുന്ന നമ്പർ 22 ആണ്. 22 എന്താണ് പറയുക? ഇസ്നാനി വൈഷ്റൂന, അതവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. ഇവിടെ തിസ്ഉൻ വൈഷ്റൂന എന്നാണ് എഴുതിയിരിക്കുന്നത്, എന്ന് വെച്ചാൽ 29. അതുകൊണ്ട് ആ കള്ളിയിൽ 29 എന്ന് എഴുതുക. പിന്നെയോ ഇവിടെ എഴുതിയിരിക്കുന്നത് 27 അല്ലേ. അതുകൊണ്ട് നമ്മൾ 27 എന്ന അക്ഷരത്തിൽ അവിടെ എഴുതണം. എങ്ങനെ എഴുതും? 29-ന് തിസ്ഉൻ വൈഷ്റൂന എന്ന് പറഞ്ഞു. അതേപോലെ തിസ്ഉൻ എന്നുള്ളത് മാറ്റിയിട്ട് 7ന്റെ വാക്കായ സബ്ഉൻ വെച്ചാൽ മതി. സബ്ഉൻ വൈഷ്റൂന 27. ഇനി 25-ന് ഖംസുൻ വൈഷ്റൂന 25. അർബഉൻ വൈഷ്റൂന എഴുതിയിട്ടുണ്ട് 24. അതിന്റെ അക്കം അവിടെ എഴുതുക 24. ഇനി 26 ആണുള്ളത് അല്ലേ. സിത്തുൻ വ ഇഷ്റൂന 26. അങ്ങനെ എഴുതുക. അടുത്തത് നക്തുബു അസ്മാ അൽ ഖളറാവാത്തി വൽ ഫവാക്കിഹി വനസ്ലു. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പേര് എഴുതാം, എന്നിട്ട് ചേർക്കുകയും ചെയ്യാം. ഉദാഹരണത്തിന് ഇവിടെ ഐനബുൻ കൊടുത്തിട്ടുണ്ട്. ഐനബ് നമുക്കറിയാം മുന്തിരിയാണ് അല്ലേ. മുന്തിരി ഫ്രൂട്ട് അല്ലേ. അതുകൊണ്ട് അൽ ഫവാക്കിഹു എന്ന കോളത്തിലേക്ക് വരഞ്ഞിരിക്കുന്നു. അടിയിൽ അൽ ഖളറാവാത്തു എന്നൊരു കള്ളി കൂടെ ഉണ്ട്. ഖളറാവാത്ത് ആണെങ്കിൽ അവിടത്തേക്കാണ് വരക്കേണ്ടത്. ഇനി അടുത്തത് മുന്തിരിയുടെ നേരെയുള്ളത് കക്കിരിയാണ് അല്ലേ. കക്കിരി എന്താ പറയുക? ഖിയാറുൻ. അവിടെ ഖിയാറുൻ എന്ന് എഴുതുക. ഖിയാർ പച്ചക്കറിയാണ്, അതുകൊണ്ട് അൽ ഖളറാവാത്തിലേക്ക് വരക്കുക. പിന്നെ ഇത് ബാദിൻജാനാണ്. ബാദിൻജാൻ പച്ചക്കറിയാണ്, അതുകൊണ്ട് ബാദിൻജാൻ എഴുതിയിട്ട് അൽ ഖളറാവാത്തിലേക്ക് വരക്കുക. പിന്നെ തുഫാഹുൻ ആപ്പിൾ, അതെന്ത് ചെയ്യുക? അൽ ഫവാക്കിഹിലേക്ക് വരക്കുക. തുഫാഹുൻ എന്ന് എഴുതുക, ഫവാക്കിഹിലേക്ക് വരക്കുക. ഇനി യഅ്കുലുൽ വലതു, ഇവിടെ നമ്മൾ എഴുതണം. ചിത്രം നോക്കിയിട്ട് സെന്റൻസ് ഉണ്ടാക്കി എഴുതണം. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം ഒരു കുട്ടി ആപ്പിൾ തിന്നുന്നതാണ്. അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? യഅ്കുലുൽ വലതു അത്തുഫാഹത, കുട്ടി ആപ്പിൾ തിന്നുന്നു. യഅ്കുലു തിന്നുന്നു, അൽ വലതു കുട്ടി, അത്തുഫാഹത ആപ്പിൾ. അതേപോലെ അടുത്ത 2 കൂടി എഴുതണം. ഇവിടെ രണ്ടാമത്തത് കുട്ടി എന്താണ് തിന്നുന്നത്? തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ വത്തക്ക, അതിനെന്താ അറബിയിൽ പറയുക? ബിത്തീഹുൻ. അപ്പോൾ എന്തെഴുതാ? മേലുള്ളതുപോലെ അത്തുഫാഹത്ത് എന്ന് മാറ്റിയിട്ട് അൽ ബിത്തീഹ് വെച്ചാൽ മതി. യഅ്കുലുൽ വലതു അൽ ബിത്തീഹ, കുട്ടി വത്തക്ക തിന്നുന്നു. പിന്നെ പഴം, പഴത്തിന് എന്ത് പറയും? മൗസത്ത് അല്ലേ. അതുകൊണ്ട് യഅ്കുലുൽ വലതു അൽ മൗസത്ത, കുട്ടി പഴം തിന്നുന്നു. ഓക്കെ, അങ്ങനെ എഴുതുക.
ഇനി നസ്ലു വനക്തുബു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ചേർക്കാം, എഴുതാം. ഇവിടെ കുറെ കളികളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്നത് ക്രിക്കറ്റിന്റെ ബാറ്റും ബോളും സ്റ്റമ്പും ഒക്കെയാണ് അല്ലേ. എന്നിട്ട് നേരെ വരഞ്ഞിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ക്രിക്കറ്റ് എന്ന് എഴുതിയ കള്ളിയിലേക്ക് വരഞ്ഞു. അവിടെ നിന്നും ഒരാൾ ക്രിക്കറ്റ് കളിക്കുന്നതിലേക്ക് വരഞ്ഞു അല്ലേ. അങ്ങനെ നമ്മൾ ഓരോന്നും വരച്ച് ചേർക്കണം. രണ്ടാമത്തത് ഷട്ടിലാണ് അല്ലേ, ഷട്ടിൽ ബാറ്റ്. ഷട്ടിൽ ബാറ്റിന് എന്ത് പറയും? രീശത്തു ത്വായിറ. അതുകൊണ്ട് അവിടെ നിന്നും രീശത്തു ത്വായിറത്തിലേക്ക് വരക്കുക. ഷട്ടിൽ കളിക്കുന്നത് എവിടെ? ഇവിടെയുള്ള ഈ കുട്ടിയാണ്, അതുകൊണ്ട് ആ കുട്ടിയിലേക്ക് വരക്കുക. പിന്നെ ഫുട്ബോൾ ആണ് അല്ലേ. ഫുട്ബോളിന് എന്ത് പറയും? കുറത്തുൽ ഖദം. കുറത്തുൽ ഖദമിലേക്ക് വരക്കുക. അവിടെ നിന്നും ഫുട്ബോൾ കളിക്കുന്നത് മേലെ അങ്ങോട്ടേക്ക് വരക്കുക. പിന്നെ ബാസ്കറ്റ് ബോൾ ആണ്, അത് കുറത്തുസല്ലത്ത്, അവിടെ വരക്കുക. ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കുട്ടിയിലേക്ക് വരക്കുക. ഓക്കെ. ഇനി ഇവിടെ നേരത്തെ നമ്മൾ എഴുതിയതുപോലെ എഴുതണം. എന്താണ് എഴുതേണ്ടത്? യൽ അബുൽ വലതു ക്രിക്കറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കുട്ടി ക്രിക്കറ്റ് കളിക്കുന്നു. യൽ അബുൽ വലതു, കുട്ടി കളിക്കുന്നു ക്രിക്കറ്റ്, ക്രിക്കറ്റ്. അതേപോലെ രണ്ടാമത്തെ ചിത്രം ഷട്ടിൽ കളിക്കുന്നതാണ് അല്ലേ, രീശത്തു ത്വാഹിറ. ഇവിടെ ഉണ്ട് രീശത്തു ത്വാഹിറ, അതാണ് എഴുതേണ്ടത്. അതെങ്ങനെ എഴുതാം? യൽ അബുൽ വലതു രീശത്ത ത്വാഹിറ. പിന്നെ ഫുട്ബോൾ ആണ് അല്ലേ. യൽ അബുൽ വലതു, കുട്ടി കളിക്കുന്നു. കുറത്തൽ ഖദം, ഫുട്ബോൾ കളിക്കുന്നു. അങ്ങനെ എഴുതുക. യൽ അബുൽ വലതു കുറത്തൽ ഖദം. പിന്നെ നുക്മിലുൽ മൻലൂമ, കവിത പൂരിപ്പിക്കണം. മൗസുൻ മൗസുൻ, പഴം പഴം. മൗസുൻ അസ്ഫർ, മഞ്ഞപ്പഴം. അസ്ഫർ മഞ്ഞ, നിറങ്ങളാണ് ചേർക്കേണ്ടത്. അതേപോലെ വർദുൻ വർദുൻ, റോസ് റോസ്. വർദുൻ അഹ്മർ, റെഡ് റോസ്, ചുവന്ന റോസാപ്പൂ. പിന്നെ ഡാഷ് ഡാഷ് ഖുറാബുൻ എന്നുണ്ട്. അവിടെ ഖുറാബുൻ ഖുറാബുൻ, കാക്ക കാക്ക. ഖുറാബുൻ അസ്വദ്, കറുത്ത കാക്ക. ലക്കലക്കുൻ ലക്കലക്കുൻ, കൊക്ക് കൊക്ക്. ലക്കലക്കുൻ അബിയൽ, വെളുത്ത കൊക്ക്. ബബ്ഗാഉൻ ബബ്ഗാഉൻ, തത്ത തത്ത. ബബ്ഗാഉൻ അഖ്ലർ, പച്ചത്തത്ത. അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ ഇത് എഴുതിയാൽ മതി. ഓരോരോ പച്ചക്കറികളും ഫ്രൂട്ടൊക്കെ ഉണ്ട് അല്ലേ, അത് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആദ്യം ക്യാരറ്റ്. അന ജസറുൻ, ഞാനൊരു ക്യാരറ്റ് ആണ്. ലൗനി ബുർത്തുക്കാലിയുൻ, എൻ്റെ നിറം ഓറഞ്ചാണ്. ബുർത്തുക്കാലി, ഓറഞ്ച്. അതേപോലെ അന തൊമാത്തിം, ഞാൻ തക്കാളിയാണ്. ലൗനി അഹ്മർ, എൻ്റെ നിറം ചുവപ്പാണ്. അന ഖിയാറുൻ, ഞാൻ കക്കിരിയാണ്. ലൗനി അഖ്ലർ, എൻ്റെ നിറം പച്ചയാണ്. മാങ്ങ. അന മാഞ്ച, ഞാൻ മാങ്ങയാണ്. ലൗനി അസ്ഫർ കൊടുക്കാം, ഞാൻ മഞ്ഞയാണ്. അഖ്ലർ ആയാലും മതി, പച്ച ഉണ്ടാവും അല്ലേ. അന ഡാലിയ, ഞാൻ ഡാലിയയാണ്. ലൗനി അസ്റഖാണ് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചത് അല്ലേ, നീല. ലൗനി അസ്റഖ്, എൻ്റെ നിറം അസ്റഖാണ്. ഇനി അബിയൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഡാലിയ പല നിറത്തിലുണ്ടാവും, നീലയിൽ ഉണ്ടാവാറില്ല. ഏതായാലും ലൗനി അസ്റഖ്, എൻ്റെ നിറം നീലയാണ് എന്നാണ് നമ്മൾ ബുക്കിൽ പഠിച്ചത്, അതവിടെ എഴുതുക. യെസ്, ഇതോടെ കഴിഞ്ഞു.